ട്രെൻഡിംഗ് റീലുകളുടെയും വൈറൽ ഹാഷ്ടാഗുകളുടെയും ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ ചരിത്രത്തിലെ യഥാർത്ഥ നായകന്മാരുടെ കഥകൾ അവഗണിക്കപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ സമൂഹ മാധ്യമങ്ങളിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള നിരവധി പോസ്റ്റുകൾ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ അതിനിടയിലും ഒരു മനുഷ്യന്റെ അസാധാരണമായ ഒരു ധീരതയുടെ കഥ ആരും ശ്രദ്ധിക്കാതെ പോയി. മഹാത്മാഗാന്ധിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ബീഹാറിൽ നിന്നുള്ള എളിയ പാചകക്കാരനായ ഭടക് മിയാൻ ആയിരുന്നു ആ ധീരൻ. 1948 നാഥൂറാം ഗോഡ്സെയുടെ വെടിയുണ്ടകൾ ഗാന്ധിജിയുടെ ജീവൻ അപഹരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തെ കൊല്ലാൻ മറ്റൊരു ഗൂഢാലോചന നടന്നിരുന്നു. ഒരു മതഭ്രാന്തനല്ല, മറിച്ച് ഒരു ഗ്ലാസ് പാലിൽ ഒളിപ്പിച്ച വിഷം ഉപയോഗിച്ചാണ് അന്ന് നമ്മുടെ ഗാന്ധിജിയെ കൊല്ലാൻ ശ്രമിച്ചത്. ആ ശ്രമം തടഞ്ഞത് ഒരു രാഷ്ട്രീയക്കാരനോ അഭിഭാഷകനോ വിപ്ലവകാരിയോ ആയിരുന്നില്ല, മറിച്ച് ഒരു സാധാരണ ഗ്രാമീണ പാചകക്കാരനായിരുന്നു. വർഷം 1917 ബ്രിട്ടീഷ് തോട്ടക്കാർക്കായി ഇൻഡിഗോ കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിതരാക്കിയ ക്രൂരമായ ടിൻകാത്തിയ സമ്പ്രദായത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗാന്ധിജി ബീഹാറിലെ ചമ്പാരനിൽ കാലുകുത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സന്ദർശനം ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹത്തിന് വേദിയൊരുക്കുമായിരുന്നു. ഗാന്ധിജിയുടെ സാന്നിധ്യം മാത്രം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കൊലക്കാൻ പര്യാപ്തമായിരുന്നു. ഈ അവസരത്തിൽ ബ്രിട്ടീഷ് മാനേജരായിരുന്ന എർവിൻ എന്ന ഇൻഡിഗോ പ്ലാന്റർ ഗാന്ധിജിയെ എന്നേക്കുമായി നിശബ്ദനാക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അത്താഴ വിരുന്നിന് ഗാന്ധിജിക്ക് വിളമ്പേണ്ട പാലിൽ വിഷം കലർത്താൻ അദ്ദേഹം തന്റെ പാചകക്കാരനായ ഭടക് മിയാനോട് നിർദ്ദേശിച്ചു. അതിന് തയ്യാറായില്ലെങ്കിൽ മാരകമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അയാളെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഭയത്തിന് പകരം ഭടക് മിയാൻ ധൈര്യം തിരഞ്ഞെടുത്തു. ഗാന്ധിജിക്ക് ഗ്ലാസിൽ പാല് വിളമ്പിയപ്പോൾ കുടിക്കരുത്, അത് വിഷമാണ് എന്ന് അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ മന്ത്രിച്ചു. ഈ ഞെട്ടിക്കുന്ന സത്യത്തിന് അന്ന് സാക്ഷിയായി പിന്നീട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായി മാറിയ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജിയുടെ സമീപത്തുണ്ടായിരുന്നു. ആ രാത്രിയിൽ ഗാന്ധിജി സുരക്ഷിതനായി മടങ്ങി. പക്ഷേ ഭടക് മിയാന്റെ ജീവിതം അതോടെ തകർന്നു. ആ ധീരകൃത്യത്തിന് വലിയ വിലയാണ് അദ്ദേഹത്തിന് നൽകേണ്ടി വന്നത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടതിന് പുറമെ ജയിലിൽ അടക്കപ്പെട്ടു. ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അവരുടെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി. ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഒരു രാജ്യദ്രോഹിക്ക് അർഹമായ എല്ലാ ശിക്ഷകളും അദ്ദേഹം ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന്റെ വീട് ചാരമായി മാറി. അന്തസ്സും ജീവിതവും നഷ്ടമായി. എന്നിട്ടും ഈ ത്യാഗങ്ങളെ കുറിച്ച് പതിറ്റാണ്ടുകളോളം ആരും ഓർമ്മിച്ചില്ല. ഭടക് മിയാന്റെ കഥ മണ്ണിനടിയിൽ ഒളിച്ചു കിടന്നു. 1950 ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ രാജേന്ദ്ര പ്രസാദ് ചമ്പാരൻ വീണ്ടും സന്ദർശിക്കുന്നത് വരെയാണ് ഈ കഥ വിസ്മരിക്കപ്പെട്ടത്. 1950 ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ രാജേന്ദ്ര പ്രസാദ് ചമ്പാരൻ വീണ്ടും സന്ദർശിക്കുന്നത് വരെയാണ് ഈ കഥ വിസ്മരിക്കപ്പെട്ടത്. ഹൃദയഭേദകമായ ഒരു നിമിഷത്തിൽ പ്രസാദ് ജനക്കൂട്ടത്തിലെ ദുർബലനായ വൃദ്ധ പാചകക്കാരനെ തിരിച്ചറിഞ്ഞു. പ്രസാദ് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ചു, ഇയാളാണ് മഹാത്മാഗാന്ധിയുടെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യൻ. രാജേന്ദ്ര പ്രസാദ് ഭടക് മിയാനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ത്യാഗത്തിനുള്ള പ്രതിഫലമായി കുറച്ച് ഭൂമി വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ പല വാഗ്ദാനങ്ങളെയും പോലെ ആ വാഗ്ദാനം കടലാസിൽ ഒതുങ്ങി. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾക്ക് ശേഷവും വാൽമീകി ടൈഗർ റിസർവ് വനത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഭടക് മിയാന്റെ പിൻഗാമികൾ ഇപ്പോഴും അതിജീവനത്തിനായി പോരാടുകയാണ്. അവരുടെ ശവകുടീരങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നു. അവരുടെ അപേക്ഷകൾ ആരും കേൾക്കുന്നില്ല. 2010 മാധ്യമങ്ങൾ കുടുംബത്തിന്റെ ദുരവസ്ഥ ഉയർത്തിക്കാട്ടിയതിനെ തുടർന്ന് അന്നത്തെ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് തേടിയിരുന്നു. എന്നാൽ ചുവപ്പു നാടയിലെ പ്രശ്നങ്ങൾ ആ സംരംഭത്തെ മൂടിക്കളഞ്ഞു. ഭടക് മിയാന്റെ കൊച്ചുമക്കൾ ഇപ്പോഴും ദിവസവേതനത്തിന് ജോലി ചെയ്യേണ്ടി വരുന്നു. ഹാഷ്ടാഗുകൾ ഉപയോഗിച്ച് നായകന്മാരെ ആഘോഷിക്കാൻ ഇടപെടുന്ന ഒരു ഇന്ത്യയിൽ ഭടക് മിയാന്റെ കഥ മറന്നുപോയ ഒരു കഥയല്ല, മറിച്ച് മനഃപൂർവ്വം അവഗണിക്കപ്പെട്ട ഒരു കഥയാണ്. പോഡിയങ്ങളിലെ നേതാക്കൾ മാത്രമല്ല ചരിത്രം രൂപപ്പെടുത്തുന്നത്. സത്യത്തിനായി എല്ലാം പണയപ്പെടുത്തിയ സാധാരണക്കാരനും അതിനെ സംരക്ഷിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണിത്. ഭടക് മിയാൻ എന്ന പാചകക്കാരൻ കാണിച്ച ധീരത രാഷ്ട്രീയത്തിന്റെ നട്ടെല്ല് സാധാരണക്കാരനാണെന്ന് തെളിയിക്കുന്നു. അവരുടെ ത്യാഗങ്ങളാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ പലരും അവർക്ക് അർഹമായ അംഗീകാരം ലഭിക്കാറില്ല. നടൻ ഫാറൂഖ് ഷെയ്ഖ് ഒരിക്കൽ ഭടക് മിയാന്റെ കുടുംബത്തിന് എഴുതിയത് ഇങ്ങനെയാണ്: ഭടക് മിയാൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം വ്യത്യസ്തമാകുമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ മറന്നുപോയ ആ പാചകക്കാരനെ
അതിന്റെ പാഠപുസ്തകങ്ങളിലേക്കും സ്മാരകങ്ങളിലേക്കും ദേശീയ ഓർമ്മകളിലേക്കും മാറ്റി എഴുതേണ്ട സമയമായിരിക്കുന്നു. കാരണം ഗാന്ധിജി ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സത്യാഗ്രഹം ഒരുപക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം പോലും ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. ഭടക് മിയാനെ പോലുള്ള ആയിരക്കണക്കിന് സാധാരണക്കാരുടെ നിസ്സീമമായ ത്യാഗങ്ങളാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് ഊർജം നൽകിയത്. ആ വീരകഥകൾ ഓർക്കാതെ നമ്മുടെ ചരിത്രം പൂർണ്ണമാകില്ല. പുതുതലമുറയ്ക്ക് ഈ ചരിത്രങ്ങൾ ഒരു പാഠമാകേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം വെറും രാഷ്ട്രീയ നേതാക്കളുടെ മാത്രം സംഭാവനയല്ലെന്നും അത് സാധാരണക്കാരായ അനേകം പേരുടെ രക്തവും വിയർപ്പും കൊണ്ടുള്ളതാണെന്നും ഭടക് മിയാന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന് അർഹമായ അംഗീകാരം നൽകിക്കൊണ്ട് നമ്മുടെ ചരിത്രത്തെ കൂടുതൽ സമഗ്രമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആ ധീരനായ പാചകക്കാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം തലകുനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷം അദ്ദേഹം തന്റെ ജീവൻ പണയപ്പെടുത്തി സംരക്ഷിച്ചത് ഈ രാജ്യത്തെ മുഴുവനാണ്.